സ്റ്റുഡൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഇതായിരുന്നു, പേ ഓഫ് ആയിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് മാർജിൻ ഇൻ ഓപ്ഷനാണ്. മാർജിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്ന ഒരു പ്രീമിയം എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിൻ മണി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫോർവേഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാനും അതുപോലെ അഷുറൻസ് കൊടുക്കാനും വേണ്ടിയിട്ട് ബയ്യർ സെല്ലർക്ക് ഒരു ചെറിയ രീതിയിലുള്ള പ്രീമിയം കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിൻ ഇൻ മണി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അത്രയേ ഉള്ളൂ. കാരണം ഇത് കൊടുക്കാനുള്ള കാരണം ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ പ്രോഫിറ്റാണ് ഉണ്ടാവുക. പക്ഷേ ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആൾക്ക് അൺലിമിറ്റഡ് ലോസാണ് വരിക. ആ അൺലിമിറ്റഡ് ലോസിന് പകരമായിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആൾക്കൊരു ബെനിഫിറ്റ് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ബയ്യർ കൊടുക്കുന്ന ഒരു പ്രീമിയമാണ് ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത്. സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഈ പ്രീമിയം മാത്രമാണ് ആളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, പക്ഷേ ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ റിസ്ക് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതിന് ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയ്യർ സെല്ലർക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ മാർജിൻ ഇൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് 30% സ്റ്റോക്ക് പ്രൈസായിട്ട് ഇനീഷ്യൽ മാർജിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, ബ്രേക്ക് ഈവൺ പോയിൻ്റ് ആണ്. ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിയുടെ ഓപ്ഷൻ പാർട്ടീസ് കേട്ടോ, ഓരോ പാർട്ടിയുടെ അടിസ്ഥാനത്തിലും ബ്രേക്ക് ഈവൺ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ബ്രേക്ക് ഈവൺ പോയിൻ്റ് നോർമലി പറയുകയാണെങ്കിൽ ബയ്യർക്കും സെല്ലർക്കും പ്രോഫിറ്റും ലോസും ഇല്ലാത്ത ഒരവസ്ഥക്കാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ പാർട്ടീസുകൾ ആരൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോങ് പൊസിഷനിൽ കോൾ ഓപ്ഷനും, ലോങ് പൊസിഷനിൽ പുട്ട് ഓപ്ഷനും, ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷനും, ഷോർട്ട് പൊസിഷനിൽ പുട്ട് ഓപ്ഷനും നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പാർട്ടീസിൻ്റെ അല്ലെങ്കിൽ പൊസിഷൻസ് ഉള്ള ഓപ്ഷൻ പാർട്ടീസിന് മനസ്സിലാക്കേണ്ട കാര്യം നോക്ക്, താഴെ ഫണ്ടമെൻ്റൽ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഫണ്ടമെൻ്റൽ ഓപ്ഷൻസിൽ ബൈ ചെയ്യാനുള്ള റൈറ്റ്, അതുപോലെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും കോൾ ഓപ്ഷൻ സെല് ചെയ്യാനും. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും കോൾ ഓപ്ഷൻ സെല് ചെയ്യാനും എന്ന് പറഞ്ഞു നമ്മൾ ലോങ് കോൾ, ഷോർട്ട് കോൾ എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഇവിടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിലും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിലും ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ഉണ്ടല്ലോ, സ്ട്രൈക്ക് പ്രൈസ്, ആ സ്ട്രൈക്ക് പ്രൈസിനോട് കൂടിയിട്ട് പ്രീമിയം ആഡ് ചെയ്യുന്ന പ്രൈസിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും അവിടെ ലോസും ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. ഇനി ലോങ് ഓപ്ഷനിൽ പുട്ട് ഓപ്ഷൻ അല്ലേ, പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതും പുട്ട് ഓപ്ഷൻ വിൽക്കുന്നതുമാണ് 3ഉം 4ഉം അല്ലേ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ലോങ് പുട്ട്, ഷോർട്ട് പുട്ട് അവിടെ വരുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീമിയം എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ളതാണ്. എന്തിൽ നിന്ന്, സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ബ്രേക്ക് ഈവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ് മൈനസ് പ്രീമിയം ആണ് കേട്ടോ. മറ്റടുത്ത് ലോങ്ങിൽ കോൾ ഓപ്ഷനിൽ മനസ്സിലാക്കേണ്ട കാര്യം, കോൾ ഓപ്ഷനിൽ രണ്ടിലും വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രീമിയം ആഡ് ചെയ്തതാണ്. ഇനി പുട്ട് ഓപ്ഷനിൽ രണ്ടിലും പുട്ട് ഓപ്ഷനിൽ ലോങ്ങിലും ഷോർട്ടിലും ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് പ്രീമിയം മൈനസ് ചെയ്തതാണെന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പ്രീമിയം അപ്പോൾ ഇതിൽ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അത്രയാണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസുകളാണ്. ഇത് 4 രീതിയിലാണ് ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഉള്ളത്. ഒന്നാമത്തത് 4 നമുക്ക് അറിയുന്ന തന്നെയാണ്, ലോങ് കോള് അഥവാ ലോങ് പൊസിഷനിൽ കോൾ ഓപ്ഷന്, ഇൻ ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷന്, ദെൻ ലോങ് പൊസിഷനിൽ പുട്ട് ഓപ്ഷന്, ഷോർട്ട് പൊസിഷനിൽ പുട്ട് ഓപ്ഷന്. അപ്പം
ഇതിൻ്റെ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയാം, കോൾ ഓപ്ഷൻ വാങ്ങുക അതാണ് ലോങ്, കോൾ ഓപ്ഷൻ വിൽക്കുക അതാണ് ഷോർട്ട്, പിന്നെ പുട്ട് ഓപ്ഷൻ വാങ്ങുക പുട്ട് ഓപ്ഷൻ വിൽക്കുക അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതോരോന്ന് എന്താണെന്ന് നോക്കാം. ലോങ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിംപ്ലി മീൻസ് പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് വൺ കോള്, പർച്ചേസ് ഓഫ് എ വൺ കോൾ ഓപ്ഷൻ, ഒരു കോൾ ഓപ്ഷനെ വാങ്ങുന്ന ഇതിനെയാണ് നമ്മൾ ലോങ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബയ്യർ എന്ത് ചെയ്യാണ്, ബയ്യറെ കേസാണ് നോക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ബയ്യറാണ് കിങ്. സോ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് വാങ്ങാനുള്ള റൈറ്റ്സ്, അപ്പോൾ ഇവിടെ ഒരു നോ ഒബ്ലിഗേഷനാണ്, നോ ഒബ്ലിഗേഷൻ എന്താണ്, ഓൺലി റൈറ്റ്സ് കേട്ടോ, ഓൺലി റൈറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ്സിനെ നമ്മൾ വാങ്ങാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വാങ്ങണം, ഏത് സിറ്റുവേഷനിലാണ് വാങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻ ഇൻവെസ്റ്റർ വിൽ ബൈ കോൾ ഓപ്ഷൻ വിത്ത് എ എക്സ്പെക്റ്റേഷൻ ഓഫ് എ പ്രൈസ് റൈസ് അല്ലെങ്കിൽ ബുള്ളിഷ് സ്ട്രാറ്റജീസ്. ബുള്ളിഷ് സ്ട്രാറ്റജി മാർക്കറ്റ് ബുള്ളി ചെയ്യുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് അല്ലേ, അതിനെയാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുള്ളിഷ് സ്ട്രാറ്റജി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ബയ്യർ അല്ലെങ്കിൽ ഒരു ഹോൾഡർ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ആകും അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് റൈസ് ചെയ്യും എന്നൊരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഏത്, ലോങ് കോൾ ബൈ എന്ന് പറയുന്നത്. അവിടെ ആൾ വിചാരിക്കുകയാണ് എന്താണ്, ഈ ഭാവിയിൽ ഈ അസറ്റിൻ്റെ വില കൂടും എന്ന് എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് വാങ്ങുക ചെയ്യുന്നത്. അത് ആ സമയത്ത് വാങ്ങുന്നില്ല, ആ വാങ്ങുന്ന റൈറ്റിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? രണ്ട് രീതിയിലും പറയാം. നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ്സിനെ ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചിട്ട് ഭാവിയിൽ അതിന് വില കൂടുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചിട്ട് ഭാവിയിൽ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ലോങ് കോളിൽ അല്ലെങ്കിൽ ബയ്യർക്ക് ലോങ് പൊസിഷനിൽ കോൾ ഓപ്ഷൻ വാങ്ങുന്ന ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് പ്രോഫിറ്റാണ് ഉണ്ടാകുക. കാരണം കുറഞ്ഞ വില വാങ്ങിച്ചിട്ട് കൂടുതൽ വിലയിൽ വിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണ്, ബയ്യറെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കാനുള്ള റൈറ്റ്സ് ആൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് പ്രകാരം വാങ്ങിച്ചിട്ടുണ്ട്. സോ അവിടെ ആൾക്ക് എന്താണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്, അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താണ്, സെല്ലർക്ക് ആ സമയത്ത് ഉണ്ടാവുക, ഒരുപാട് അൺലിമിറ്റഡ് നഷ്ടമാണ് അവിടെ വരിക എന്നും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അതാണ് ലോങ് കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 രൂപ ഉള്ളൊരു സ്ട്രൈക്ക് പ്രൈസ് 100 രൂപയാണ്. 104 രൂപയാണ് അവിടെ BEP എന്നുള്ളത്. BEP എന്താണ്, BEP ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ് ലോങ് കോൾ പ്ലസ് പ്രീമിയമാണ്. പ്രീമിയം 4 രൂപയാണ്. അപ്പോൾ 100 പ്ലസ് 4 104 രൂപയാണ് BEP വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു കോൾ ഓപ്ഷൻ ഹോൾഡർക്ക് ഇതിൻ്റെ പ്രൈസിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് കണ്ട നിങ്ങൾ, ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ആ ലൈന് കൂടി വരികയാണെങ്കിൽ അവിടെ ആൾക്ക് എന്താണ്, പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറവാണെങ്കിൽ അവിടെ ബയ്യറെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഷോർട്ട് കോളാണ്. ഷോർട്ട് കോൾ പറഞ്ഞാൽ എന്താണ്, സിംപ്ലി മീൻസ് സെയിൽ ഓഫ് വൺ കോൾ ഓപ്ഷൻ, ഒരു കോൾ ഓപ്ഷൻ കേട്ടോ, കോൾ ഓപ്ഷന് സെല്ല് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ്. എന്താണ്, സെയില് ചെയ്യാനുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ ഷോർട്ട് കോൾ അല്ലെങ്കിൽ സെൽ കോൾ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സെല്ല് ചെയ്യുന്നത് ആരായിരിക്കും, സെല്ലറായിരിക്കും അല്ലെങ്കിൽ റൈറ്റർ ആയിരിക്കും. കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലറെയാണ്. അപ്പോൾ സെല്ലറോ അല്ലെങ്കിൽ റൈറ്ററോ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നടക്കുന്നത് ഒരു ഇൻവെസ്റ്റർ ഒരു അസറ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ആളുടെ ഒരു അസറ്റിൻ്റെ പ്രൈസ് കുറയും എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്.
കുറയുമെന്ന എക്സ്പെക്റ്റേഷൻ കൊണ്ട് സെയിൽ ചെയ്യാണ്. ഇവിടെ ഓൺലി ഒബ്ലിഗേഷൻ മാത്രമാണ്, റൈറ്റ്സ് അല്ല, ആള് സെല്ല് ചെയ്യുന്നു എന്നുള്ളത് മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സെല്ലറെ സംബന്ധിച്ചിടത്തോളം എന്താണ് അസറ്റിൻ്റെ വില കുറയുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നു കേട്ടോ. അതാണ് കോൾ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിൽ ചെയ്യാണ്, ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് സെയിൽ ചെയ്യുന്ന ഇതിനെയാണ് ഷോർട്ട് കോൾ എന്ന് പറയുന്നത്. ഷോർട്ട് പറഞ്ഞാൽ തന്നെ എന്താണ്, ഹോൾഡർ സെല്ല് ചെയ്യാണല്ലോ, ഹോൾഡർ സെല്ല് ചെയ്യുന്നതാണ്, ഹോൾഡർ അല്ല, റൈറ്റർ സെല്ല് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒബ്ലിഗേഷൻ മാത്രമാണ്, റൈറ്റ്സ് അല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി സ്പോട്ട് പ്രൈസ് അസറ്റ് പ്രൈസിനെക്കാട്ടിലും കുറയുമ്പോൾ ഷോർട്ട് കോൾക്കാർക്ക് അല്ലെങ്കിൽ ഷോർട്ടിലുള്ള സെല്ലർക്ക് പ്രോഫിറ്റാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ട് പ്രൈസ് അസറ്റിനെക്കാട്ടിലും കുറയുകയാണെങ്കിൽ കേട്ടോ, കുറയുമ്പോൾ, മറ്റേത് കൂടുമ്പോഴാണ്, സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിൽ കൂടുമ്പോഴാണ്, കുറയുമ്പോൾ, അവിടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താണ്, സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ അവിടെ ഷോർട്ട് കോളുകാർക്ക് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷനിലുള്ള ആൾക്ക് എന്താണ്, സെല്ലർക്ക് അവിടെ പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടിലും കുറയുമ്പോൾ അവിടെ എന്താണ്, ബയ്യർ ഒരിക്കലും ആ ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സർസൈസ് ചെയ്യൂല, അത് എക്സ്പയറി ഡേറ്റിന് വിടും. അങ്ങനെ വിടുന്ന സമയത്ത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവണില്ലല്ലോ, ഒന്ന് ചിന്തിച്ചിട്ട് പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നോക്കുക. BEP എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം ആണ് കേട്ടോ. ഇനി 100 രൂപക്ക് വാങ്ങിയ ഒരു അസറ്റ് പ്രൈസ് 104 രൂപയാണ് അതിൻ്റെ പ്രീമിയം, അത്രേ. ഇനി 104ൻ്റെ താഴേക്ക് അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ എന്താണ്, താഴേക്ക് വരികയാണെങ്കിൽ ആൾക്ക് ഈ സെല്ലറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്. സ്ട്രൈക്ക് പ്രൈസ് താഴേക്ക് വരുമ്പോൾ ആൾക്ക് പ്രോഫിറ്റാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ സ്പോട്ട് പ്രൈസ് കൂടുമ്പോൾ ആണ് ഷോർട്ട് കോളുകാർക്ക് ലോസ് സംഭവിക്കുന്നത്. സ്പോട്ട് പ്രൈസ് കൂടുമ്പോൾ ഷോർട്ട് കോൾസർക്ക് ലോസ് സംഭവിക്കുന്നു. ഇനി ഈ 100 രൂപ അല്ലേ, 100 രൂപയാണ് അതിൻ്റെ പൈസ, മീൻസ് സ്ട്രൈക്ക് പ്രൈസ് 104 രൂപ, പ്രീമിയം കൂടി കൂട്ടിയിട്ട് ബ്രേക്ക് ഈവൺ ആയിട്ട് ആ ഒരു സ്പോട്ടിൽ ആൾക്ക് എന്താണ്, അവർക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. പിന്നെ ഈ ഹൊറിസോണ്ടൽ ലൈന് താഴേക്ക് വരുംതോറും എന്താണ്, ആൾക്ക് ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണ്, പക്ഷേ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗെയിനാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ആൾക്ക് എന്നാലും ഗെയിന് എന്ന് പറയുന്നത് ഈ 4 രൂപ മാത്രമാണ് കേട്ടോ. 104 രൂപക്ക് ഇപ്പം സ്പോട്ട് പ്രൈസ് കൂടുമ്പോൾ പറഞ്ഞല്ലോ, സ്പോട്ട് പ്രൈസിനേക്കാളും സ്ട്രൈക്ക് പ്രൈസ് കുറയുകയാണല്ലോ. അപ്പോൾ സ്പോട്ട് പ്രൈസ് 104 രൂപയാണ്, അതിനേക്കാൾ സ്ട്രൈക്ക് പ്രൈസ് കുറയുക ചെയ്യുന്നത്. അപ്പോൾ 100 രൂപക്ക് 104 രൂപക്ക് ഈ സെല്ലർ പർച്ചേസ് ചെയ്തിട്ട് 100 രൂപക്ക് വിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലാഭമല്ല നഷ്ടമല്ല. എങ്ങനെ വെച്ചാൽ 100 രൂപക്ക് വിറ്റ് കഴിഞ്ഞാലും ഈ ബയ്യർ 4 രൂപ പ്രീമിയം ആയിട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോഴും 104 ആയി. ഈ സെല്ലറോ 104 രൂപക്ക് വിറ്റിട്ട് 104 രൂപക്ക് വാങ്ങിച്ചിട്ട് 104 രൂപക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, ബ്രേക്ക് ഈവൺ പോയിന്റ് 0 ആണ്. അപ്പോൾ അതാണ് ആ ബ്രേക്ക് ഈവൺ പോയിന്റിൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ലോങ് പുട്ട് ആൻഡ് ബൈ പുട്ടാണ്. ലോങ് പുട്ട് ആൻഡ് ബൈ പുട്ട്. ലോങ് പുട്ട് പറഞ്ഞാൽ എന്താണ്, സിംപ്ലി മീൻസ് പർച്ചേസ് ഓഫ് എ പുട്ട് ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്യുക. അപ്പം അവിടെ എന്താണ്, പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്യാണ്. പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ അല്ലേ, പുട്ട് ഓപ്ഷൻ മീൻസ് സെല്ല് ചെയ്യാനുള്ള അല്ലേ, സെല്ല് ചെയ്യുന്ന ഇത്, അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ്, ആ സെല്ല് ചെയ്യുന്നത് ഒബ്ലിഗേഷൻസ് ഇല്ലാണ്ട് റൈറ്റ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാണ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കും എന്ന ഒരു ഇത്, അപ്പോൾ വാങ്ങാന്നുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ വാങ്ങാ മീൻസ് വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. വിൽക്കുക എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ
നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ലോങ് പുട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു മാർക്കറ്റിൻ്റെ അസറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യുമെന്ന് അല്ലേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? മാർക്കറ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിൽക്കുന്നതിന് പകരമായിട്ട് പർച്ചേസ്, ഈ റൈറ്റ് ടു പർച്ചേസ് വാങ്ങും, ആ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങും എന്ന് പറയുന്ന റൈറ്റ് ഉണ്ടല്ലോ, ആ റൈറ്റിനെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, വിൽക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റിനെ നമ്മൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതാണ് ലോങ് പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ 100 രൂപയുടെ സ്ട്രൈക്ക് പ്രൈസ് 96 രൂപക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപക്ക് 96 രൂപക്ക് വാങ്ങിച്ചിട്ട് 100 രൂപക്ക് നമുക്ക് സെയിൽ ചെയ്താലും ആ സെല്ലർ ബയ്യറെ സംബന്ധിച്ചിടത്തോളം 100 രൂപ കൊടുക്കണം. കാരണം 96 രൂപക്ക് ആൾ വാങ്ങിച്ചെങ്കിലും 4 രൂപ ആൾ ആദ്യം കൊടുക്കണം, പ്രീമിയം കൊടുക്കണം. അപ്പോഴും 100 രൂപയാണ് വരുന്നത്. അപ്പം ബയ്യർക്കാട് ലാഭമല്ല, ഇനി സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലാഭമല്ല. സോ ആ ഒരു സ്പോട്ടിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ മാർക്കറ്റ് അസറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ വിൽക്കുന്നതിന് പകരം വിൽക്കാനുള്ള റൈറ്റ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ആ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ പുട്ട് ഓപ്ഷനിൽ ഉള്ള ഈ സെല്ലറെ പുട്ട് ഓപ്ഷനിലുള്ള ആൾക്കാർക്ക്, ഈ ബയ്യർക്ക് പ്രോഫിറ്റാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അഥവാ സ്പോട്ട് പ്രൈസ് സ്റ്റോക്ക് പ്രൈസിനെക്കാട്ടിലും കുറവാണെങ്കിൽ അവിടെ നഷ്ടം വരും. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രൈസ് ലൈന് കൂടിക്കൂടി പോകുമ്പോൾ പുട്ട് ഓപ്ഷനിൽ കുറവ് സംഭവിക്കും കേട്ടോ, അല്ലെങ്കിൽ ലോസ് ആവും. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബയ്യർക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റുമാണ്, സെല്ലർക്ക് അൺലിമിറ്റഡ് ലോസും ആണെന്ന് മനസ്സിലാക്കുക. ലിമിറ്റഡ് പ്രോഫിറ്റാണ് സെല്ലർക്ക് ഉണ്ടാവുക, കാരണം ഇയാൾ കൊടുത്ത ആ ഒരു പ്രീമിയം എമൗണ്ട് മാത്രമാണ് ഇയാൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷോർട്ട് പുട്ടാണ്. ഷോർട്ട് പുട്ട് പറഞ്ഞാൽ എന്താ? സെൽ പുട്ട് അല്ലേ. അസറ്റ് വിൽക്കാനുള്ള റൈറ്റ്സ് ആണ് കേട്ടോ. അസറ്റ് വിൽക്കാനുള്ള റൈറ്റിനെ നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇവിടെ ഓൺലി ഒബ്ലിഗേഷൻ ആണ്. ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം അസറ്റ് വിൽക്കാനുള്ളതിനെയാണ് പറയുന്നത്. റൈറ്റ് വിൽക്കാനുള്ള ഒരു രീതി, അതാണ് സെല്ലറാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സെല്ലർക്ക് റൈറ്റ് ഇല്ല, ഓൺലി ഒബ്ലിഗേഷൻസ് മാത്രമാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു അണ്ടർലൈൻ അസറ്റ്സുകൾ എക്സ്റൈസ് ചെയ്യുക, സെല്ലർ എക്സ്റൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. അതാണ് ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് എ ഷോർട്ട് പുട്ട് മൈനസ് പ്രീമിയമാണ്. ഓക്കെ, അപ്പോൾ സ്പോട്ട് പ്രൈസ് കൂടുന്തോറും ഗെയിനാണ് ആർക്കുണ്ടാവുക? ഈ സെല്ലർക്ക് ഉണ്ടാവുക കേട്ടോ. അസറ്റ് വാങ്ങാനുള്ള റൈറ്റ്സ് ആണ് അവിടെ വരിക. അപ്പോൾ ആളുടെ സെല്ലർക്കാണ് അതുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻവോൾവിങ് സ്റ്റോക്ക് ഓപ്ഷൻ ആണ്. യൂസേഴ്സ് ഓഫ് ഓപ്ഷൻസ്. ഇതിലെന്തൊക്കെ ട്രേഡിംഗ് സ്ട്രാറ്റജീസുകളാണ് നമ്മൾ സ്റ്റോക്ക് ഓപ്ഷനിൽ ഉണ്ടാകുന്നതെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഹെഡ്ജിങ് ആണ്, ദെൻ സ്പെക്കുലേഷൻ ആണ്, സ്പ്രെഡിങ് ആണ്, അതുപോലെ കോമ്പിനേഷൻ ആണ്. അഥവാ ഹെഡ്ജിങ് പറഞ്ഞാൽ നമുക്കറിയാം, റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പർച്ചേസോ സെയിൽസോ നടത്തുന്ന രീതി. ഓക്കെ, ആ ഒരു പൊസിഷനിലാണ്. ഇനി സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ഓർ സെയിൽസ് ഓപ്ഷൻ വിത്തൗട്ട് എനി പൊസിഷൻ ഇൻ ദ അണ്ടർലൈൻ. അസറ്റിൻ്റെ മുകളിൽ ഒരു പൊസിഷൻസും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻസുകൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന രീതി. അപ്പോൾ ഒരു പൊസിഷൻസും ഇല്ലാതെ ഓപ്ഷൻസുകൾ സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ്സ്, അല്ലെങ്കിൽ ആ രീതിയാണ് സ്പെക്കുലേഷൻ. സ്പ്രെഡിങ് അറിയാലോ, നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിൽ നമ്മൾ ഹൈ പ്രൈസിലുള്ള ലോ പ്രൈസിൽ നിന്ന് ഹൈ പ്രൈസിലേക്ക് നമ്മൾ വിറ്റിട്ട് അങ്ങനെ ചെയ്യാം. ആ ഒരു സ്പ്രെഡിങ് ആണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോമ്പിനേഷനാണ്, അഥവാ ഹൈബ്രിഡ് സെക്യൂരിറ്റീസുകൾ. ഹൈബ്രിഡായിട്ട് വരുന്ന കോൾ ഓപ്ഷൻസും പുട്ട് ഓപ്ഷൻസും വേരിയസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ആ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജീസാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫൈഡ് ഇൻറ്റു ബുള്ളിഷ് സ്ട്രാറ്റജീസാണ്.
ഏതൊക്കെ ഓപ്ഷൻ സ്ട്രാറ്റജീസുകളാണുള്ളത്, അതിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ബുള്ളിഷ്, ബിയറിഷ്, നാച്ചുറൽ കേട്ടോ. ബുള്ളിഷ്, ബിയറിഷ്, നാച്ചുറൽ. ബുള്ളിഷിൽ ലോങ് കോള്, ഷോർട്ട് കോള്, കോൾ ബുൾ സ്പ്രെഡ്, പുട്ട് ബുൾ സ്പ്രെഡ്, കോൾ ബാക്ക് സ്പ്രെഡ്, കവേർഡ് കോള്, പ്രൊട്ടക്റ്റീവ് പുട്ട്. ദെൻ ബിയറിഷിൽ ഷോർട്ട് കോള്, ലോങ് പുട്ട്, കോൾ ബിയർ. അറിയാലോ, ബുള്ളിഷ് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നതാണ് അല്ലേ. ബിയറിഷ് ആണ് കുറവ് പ്രൈസിന്. കോൾ ബിയർ സ്പ്രെഡ്, പുട്ട് ബിയർ സ്പ്രെഡ്, പുട്ട് ബാക്ക് സ്പ്രെഡ്. നാച്ചുറലാണ് ലോങ് സ്റ്റാഡിൽ, ഷോർട്ട് സ്റ്റാഡിൽ, ലോങ് ട്രയാങ്കിള്, ഷോർട്ട് സ്റ്റാങ്കിള്, ബട്ടർഫ്ലൈ സ്പ്രെഡ്, ദെൻ ടൈം സ്പ്രെഡ്, ദെൻ കോണ്ടർ. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ വരുന്ന ഈ കാര്യങ്ങളാണ്. ലോങ് സ്റ്റാഡിലും ഷോർട്ട് സ്റ്റാഡിലും ആ ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.